അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദ് അലവി ചെർപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട ആളുകൾ, ഇന്ന് നമ്മളുള്ളത് കുറ്റിപ്പുളിക്കൽ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ താഴക്കോട് പഞ്ചായത്തിൽ, അതായത് താഴക്കോട് പഞ്ചായത്തിൽ നമ്മുടെ കരിങ്കലത്താണിയും വെട്ടത്തൂരിൻ്റെയും ഇടയിലാണ് വരിക. ഇവിടുന്ന് വെട്ടത്തൂർക്ക് നമുക്ക് 2 കിലോമീറ്റർ ദൂരമാണ്. കരിങ്കലത്താണിക്ക് ഒരു 4 കിലോമീറ്റർ ദൂരമാണ്. താഴക്കോട് പഞ്ചായത്തിലാണ് ഇവിടെ നമുക്ക് കൊടുക്കാനുള്ളത്. ഇവിടെ പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും അമ്പലമാണെങ്കിലും നമ്മുടെ സ്ഥലത്തിൻ്റെ 300-400 മീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യവും ഉണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ, ഇതൊരു സെൻ്ററാണ്. ഇവിടെ നമുക്ക് ബാങ്ക് ഉണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, മറ്റു സൗകര്യങ്ങളൊക്കെ കുറ്റിപ്പുളിക്കുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 100-150 മീറ്റർ പോയി കഴിഞ്ഞാൽ ഈ മെയിൻ റൂട്ടിൽ നിന്ന്, ഈ ബസ് റൂട്ടിൽ നിന്ന് 150 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പ്രോപ്പർട്ടിയായി. അതിൽ നിങ്ങൾക്ക് 10 സെൻറ്റ് വേണമെങ്കിലും 20 സെൻറ്റ് വേണമെങ്കിലും അല്ല 50 സെൻറ്റ് ഒന്നിച്ച് വേണമെങ്കിലും ഇതിൻ്റെ ഓണർ തരാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം പോയിട്ട് സ്ഥലം ഒന്ന് കാണുക. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ്. 4 പുറം വീടുകളുണ്ട്. ഓപ്പൺ കിണർ കുഴിച്ചാൽ 6 കോലിൽ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ്. അതുപോലെ തന്നെ അലനല്ലൂർ ടൗൺ ഇവിടെ അടുത്താണ്, വെട്ടത്തൂർ ടൗൺ അടുത്താണ്, കരിങ്കലത്താണി ടൗൺ അടുത്താണ്. ഹൈവേയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, കരിങ്കലത്താണി ഹൈവേ ആണ്, കോഴിക്കോട് പാലക്കാട് ഹൈവേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവങ്ങളെ അഭിപ്രായങ്ങളെ നമുക്ക് പോവുക, ഇതൊന്ന് കാണുക. അതുപോലെ തന്നെ നിങ്ങളോട് വേറെ കാര്യമുള്ള, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചിലവർ സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2000 ഉറുപ്പ്യ അയച്ചു തരുമോ, ഞങ്ങൾക്ക് സ്ഥലം ഒന്ന് വന്ന് കാണാനാണെന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് ഒരുപാട് ചീറ്റിങ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഹബീബിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അവർക്ക് വിളിച്ചിട്ട് ഒരു 2000 ഉറുപ്പ്യ ഒന്ന് അയച്ചു തരുമോ, ബാങ്ക് ലീവാണ്, ക്യാഷ് എടുക്കാൻ പറ്റിയിട്ടില്ല, ഞങ്ങളവിടെ വന്നിട്ട് തരാം, ഒരു 2000 ഉറുപ്പ്യ തരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റിക്കുന്നുണ്ട്. എന്നിട്ട് ഗൂഗിൾ പേ പൈസ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചീറ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ആരെന്തോ ഒരു ഉറുപ്പ്യ ഭൂമി കച്ചവടത്തിൻ്റെ പേരിൽ ഭൂമി കാണാൻ വരുമ്പോൾ ഒരു ഉറുപ്പ്യ ചോദിച്ചാൽ നിങ്ങൾ അയച്ചു കൊടുക്കരുത്. വാങ്ങാൻ വരുന്നവൻ കാശുള്ളവനായിരിക്കും, അല്ലാത്ത ചീറ്റിംഗ് ആണ്. അതും കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1-2 ആളെ പൈസ അങ്ങനെ 2000 ഉറുപ്പ്യ പോയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ഥലത്തേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നേരെ എങ്ങനെ വരുന്നത്, ഇവിടേക്ക് ഒരു 100-150 മീറ്ററാണ് ദൂരം. കണ്ടോ, 4 പുറം വീടുകളാണ്. ഈ വീടുകളുടെ ഇടയിലാണ് സ്ഥലം കിടക്കണമെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലാണ്. പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതാണ് യഥാ. ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങും കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം ഫ്രണ്ടേജ് ഉണ്ട്. സൈഡിൽ കൂടെ റോഡ് ഇങ്ങനെ ഇട്ടിട്ട് 30 സെൻറ്റ് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ തരാം. അലുവ കഷ്ണം തരുന്ന മാതിരി ഇങ്ങനെ തരാം. ഈ റബ്ബർ പൊടില്ലാട്ടോ, റബ്ബർ നമ്മൾ മുറിക്കാൻ കൊടുത്തു. പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാലേ നല്ലോണം ഫ്രണ്ടേജ് ഉണ്ട്. ഇനി ഒന്നിച്ച ടീമിൽ എടുത്തിട്ട് വല്ല ഫ്ലാറ്റ് എന്തെങ്കിലും കെട്ടാം. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത്. നല്ല ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ്. ഇപ്പോൾ നല്ല ഫ്ലാറ്റൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ താമസിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും. ഇവിടെ ലോഡ്ജില്ലായിട്ടായിട്ട് ആകെ ഇടങ്ങാറായി നിൽക്കുക. കാരണം അങ്ങനത്തെ ഒരു ഏരിയയാണിത്. ഇതിനൊക്കെ വീടുകളാട്ടോ. ഉണ്ടോ, ഇതിനൊക്കെ വീടുകളാണ്. മാത്രമല്ല അത് വരെ ഉണ്ട് നമ്മുടെ സ്ഥലം. ഇതാണ്ടില്ലേ നിങ്ങൾ, ഇതാ ബേബിങ്ങൾ, ഇതല്ലേ, ഇത് വരണ്ട് സ്ഥലം. ഇത് സെൻറ്ററിൽ കൂടെ റോഡ് ഇങ്ങനെ ഇട്ടിട്ട് 5 സെൻറ്റ് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം പറ്റുന്നവർക്ക് അങ്ങനെ എടുക്കുക. അതല്ലെങ്കിലോ ഇവർ 30 സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നുണ്ട് മുറിച്ചിട്ട്. കാരണം ഇവർക്ക് മുറിയൊന്നും അറിയില്ല. അപ്പോൾ ഇവർ പറയുന്നത് 30 സെൻറ്റ് സ്ഥലം നമ്മൾ വീടിൻ്റെ ആവശ്യക്കാർ വരണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ റബ്ബർ നമ്മൾ മുറിക്കാൻ കൊടുത്തുക്കണു, ആൾറെഡി അത് വിറ്റ് കഴിഞ്ഞു. പിന്നെ തെങ്ങുകൾ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, എൻ്റെ ചാനൽ കാണുമല്ലോ, ഇത് ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ കരിങ്കല്ലത്താണിൽ നിന്ന് നേരെ വെട്ടത്തൂർക്ക് വരുമ്പോൾ കേട്ടോ, വെട്ടത്തൂർക്ക് വരുമ്പോൾ വെട്ടത്തൂരിൻ്റെ 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്ഥലം. അല്ല, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡും ഉണ്ടോ, കുറ്റിപ്പുളി എന്ന് അവിടേക്ക് സ്ഥലപ്പേര് പറയട്ടെ, കുറ്റിപ്പുളിക്ക്. അവിടെ ബാങ്ക് ഉണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പിന്നെ വില്ലേജ് ഓഫീസുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ അവിടെ അടുത്തുണ്ട്. ഇത് നമ്മൾ സെൻറ്ററിൽ കൂടെ ഇതിലേക്ക് റോഡുണ്ട്. ഇപ്പോൾ അവിടെ ഒരു വാഹനം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 സൈഡ് സ്ഥലമാണ്. ഈ റബ്ബറാണ് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർമൊരു കാര്യം നോക്കണ്ട. പിന്നെ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. സാധാ കിണറിൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ്, നല്ല തണുപ്പുള്ള ഏരിയയാണ്. കണ്ടോ, ഇതിൽ പഴയ ഓടിട്ട വീടുണ്ടാവും. ഓടിട്ട വീടൊക്കെ നമുക്ക് കളഞ്ഞിട്ട് നല്ലൊരു 30 സെൻറ്റ് ഇങ്ങനെ ആളുകൾക്ക് വീട് വെക്കാൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ 1-ാം നമ്പർ സ്ഥലമാണത്. അപ്പോൾ കരിങ്കല്ലത്താണിൽ നിന്ന് ആകെ ദൂരം വരുന്നത് നമുക്ക് 6 കിലോമീറ്ററാണ്. വെട്ടത്തൂരിൽ നിന്ന് 2-2.5 കിലോമീറ്റർ 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഈ വഴിക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ, വീട് കാണിച്ചു കൊടുക്കുക. ഇവിടേക്ക് ശരിക്കത്തെ പേര് പറഞ്ഞ് കുറ്റിപ്പുളി അല്ലേ, കുറ്റിപ്പുളി.
ആ ഇവിടെ ഏതൊരു അമ്പലത്തിൻ്റെ പേര് പറഞ്ഞു ടൂറിസ്റ്റുകൾ വരുന്നതിൻ്റെ അപ്പുറത്ത് കുറച്ചപ്പുറത്ത് അർദ്ധനാരീഷ്ടം. അപ്പോൾ അങ്ങനൊരു അമ്പലം ഇവിടെ ഉണ്ട്. ആ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. കാരണം ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഒരു ദിവസേന 2-3 ബസ് വരുന്നുണ്ടെന്ന് പറയണം പല ഭാഗത്തുനിന്ന്. ആ അമ്പലത്തേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു 1/2 കിലോമീറ്റർ ദൂരത്താണ് അമ്പലം. അതേപോലെ തന്നെ പള്ളി കേട്ടോ, മുസ്ലിം ജുമായത്ത് പള്ളി ഇവിടെ അടുത്തുണ്ട്, മദ്രസ അടുത്തുണ്ട്, ബസ് റൂട്ട് 100 മീറ്റർ അപ്പുറത്തുണ്ട് കേട്ടോ. ഈ റബ്ബർ പെടൂലേ, റബ്ബറൊക്കെ കൊടുത്തുക്കണു, അത് മുറിക്കാൻ കൊടുത്തു. അപ്പോൾ ഇനിയുള്ളത് ഇതാണ് സ്ഥലം, നമ്മുടെ അതിൻ്റെ ഇതുവരെ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു 50 സെൻറ്റേ ഉള്ളൂ, അത് സൗകര്യത്തിലുണ്ട്. അതേപോലെ തന്നെ ആ കിണറിലൊക്കെ നോക്കിയാൽ കാണി നല്ല വെള്ളമല്ലേ കണ്ടോ. കിണർ കാണിച്ചു കൊടുത്താൽ കുഞ്ഞോ ഇതേ വന്ന് കാണിച്ചു കൊടുക്ക്, വെള്ളം കാണട്ടെ ആളുകൾ. കിണർ കുഴി എങ്ങനെ 6 കോല് വേണ്ടാന്നാ പറഞ്ഞു വെള്ളത്തിനേ. ഇതാ കേട്ടോ, കിണറ്റിൽ നല്ല വെള്ളമുള്ള കിണറാട്ടാ. അതേപോലെ തന്നെ പുറത്തൊക്കെ വീടുകളാണ്. അപ്പോൾ നിറയെ വീടുകളുള്ള ഏരിയയാണ്. അപ്പം ഇനി ഇതിൻ്റെ ഓണറായിട്ട് നിങ്ങൾ സംസാരിച്ചോളി, വാങ്ങണോര് നമുക്ക് 1% കമ്മീഷൻ തരണ്ടോ കേട്ടില്ലേ. ഇതാ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ബാക്ക് വശം കണ്ട് എല്ലാ ഭാഗം കണ്ടു കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഇതിൻ്റെ പരിസരത്ത് എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെ സൗകര്യമാണെന്നുള്ളതൊക്കെ ഇതിൻ്റെ ഓണർ നിങ്ങൾക്ക് പറഞ്ഞു തരും വളരെ വ്യക്തമായിട്ട്. കാരണം എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിലാണ്, നമ്മുടെ കരിങ്കല്ലത്താടിയിൽ നിന്ന് വെട്ടത്തൂർ റോട്ടിലാണ്. ബസ് റൂട്ടിൽ ആകെ ഒരു 100-150 മീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്. എന്ത് സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. കാരണം റേഷൻ കട മുതൽ ബാങ്ക്, പോസ്റ്റ് ഓഫീസ് തുടങ്ങി മുസ്ലിം പള്ളി, അമ്പലം, മറ്റുള്ള എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഓണറിനെ പറഞ്ഞു തരും, ഇതിൻ്റെ അതൊന്ന് പറഞ്ഞു കൊടുക്കി. പിന്നെ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ അർദ്ധനാരീശ്വരം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന അമ്പലമാണ്. എത്രയോ ടൂറിസ്റ്റുകൾ പല സ്റ്റേറ്റിൽ നിന്നും ഇവിടെ വരുന്നുണ്ട്. അർദ്ധനാരീശ്വരം അത് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. എവിടെ എപ്പോൾ വേണമെങ്കിലും വരും. പിന്നെ അമ്പലം, പള്ളി, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, വില്ലേജ് ഒക്കെ ഒരു 200 മീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ പരിപാടിയൊക്കെ. ഓക്കെ. പിന്നെ വെള്ളം, കിണർ കുത്തിയ ഒരു 5 കോലിൽ വെള്ളം കാണും. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഇത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബി, നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിച്ചു തന്നു. അതേപോലെ തന്നെ പള്ളി 300 മീറ്ററിലുണ്ട്, അമ്പലം 500 മീറ്ററിൻ്റെ ഉള്ളിലുണ്ട്. 300 മീറ്ററിൽ എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ബസ് റൂട്ടാണെങ്കിൽ തൊട്ടടുത്തുണ്ട്. പിന്നെ നമുക്ക് ടൗണ് ഒന്ന് കരിങ്കല്ലത്താണി ടൗൺ ആകുമ്പോൾ ഇവിടുന്ന് 6 കിലോമീറ്ററാണ്. അതേപോലെ തന്നെ ഇങ്ങോട്ട് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വെട്ടത്തൂർ ടൗണായി. പിന്നെ അതുപോലെ തന്നെ അലനല്ലൂർ ഇവിടെ അടുത്താണ്. ഇത് മലപ്പുറം ജില്ലയിലാണ്. പഞ്ചായത്ത് ഏതാ പറഞ്ഞേ? താഴേക്കോട് പഞ്ചായത്തിൽ മലപ്പുറം ജില്ലയിൽ കേട്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ ചാനൽ കാണണം, ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യാൻ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക. കാരണം മലപ്പുറം ജില്ലയിലൊക്കെ നല്ലൊരു സ്ഥലം വീട് വെക്കാൻ തിരഞ്ഞു നടക്കുന്ന ഒരുപാട് ഹബീബികളുണ്ട്. കാരണം എന്താ പറയുക, ഇങ്ങനത്തെ സ്ഥലം നല്ല വെള്ളം കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന സ്ഥലം, ബസ് റൂട്ടിൻ്റെ തൊട്ട്, പള്ളിയുടെ തൊട്ട്, മദ്രസയുടെ തൊട്ട്, 4 പുറം വീടുകളുള്ള ഏരിയ, എല്ലാ വിഭാഗക്കാരും താമസിക്കുന്ന ഏരിയ, അങ്ങനത്തെ ഏരിയയൊക്കെ നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇതിന് വില പറയുന്നത് നമുക്ക് 2 ലക്ഷമാണെങ്കിലും നെഗോഷ്യബിളാണ്. കാരണം ഒരു സെൻറ്റ് സ്ഥലത്തിന് 2 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടിട്ട് അത് നെഗോഷ്യബിൾ ആക്കി തരും. കാരണം എന്താ വെച്ചാൽ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ വില. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്ലാറ്റൊക്കെ കെട്ടാം, ക്വാർട്ടേഴ്സ് കെട്ടാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ റെൻറ്റിനൊക്കെ പോകുന്ന നല്ലൊരു ഏരിയയാണ്. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തർ ഹബീബികളും ഇത് ഷെയർ ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം. അപ്പോൾ ബിസ്മി സൈദ് ലവി എന്നുള്ള ഫേസ്ബുക്ക് ഐ ഡി ഫോളോ അപ്പ് ചെയ്തോളി. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ അപ്പ് ചെയ്തോളി, യൂട്യൂബ് ഫോളോ അപ്പ് ചെയ്തോളി. ഇൻഷാല്ലാ ഒരുപാട് ഭൂമികൾ ചെറുതും വലുതുമായിട്ട് വരാണ്ട്. ഇത് 2 ലക്ഷം രൂപ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടണ്ട. ഇത് മെയിൻ റോഡിൻ്റെ തൊട്ടതാണ്, മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ ഇവിടെ 14 വർഷം മുമ്പ് തന്നെ 1.5 ഉറുപ്പ്യക്ക് ഇയാളുടെ ഭൂമി ഇയാൾ വിറ്റിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടതെന്നാണ് 10 വർഷം മുമ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ റേറ്റ് ഇങ്ങനെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും. മഅസ്സലാമ.